ഹലോ മക്കളെ, അപ്പം നമ്മളെ നീറ്റ് എക്സാമിന് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏപ്രിൽ 23 നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ എക്സാമിന് നീറ്റ് ക്രാഷിൻ്റെ കൂടെയുള്ള ആ ബുക്ക് സെറ്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ആൻഡ് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മോക്ക് ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനോ നമ്മളെ ചാപ്റ്റേഴ്സ് ഇനിയും പഠിച്ചിരിക്കാനുള്ള സമയമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുക. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് അനാലിസിസ്, അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട കാര്യം, ടെസ്റ്റ് അനാലിസിസ്. അപ്പോൾ എന്താണ് മോക്ക് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നീറ്റ് എക്സാമിന് എന്താണോ നടക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ടോട്ടൽ 180 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ഒരു ടൈമും സെറ്റ് ചെയ്ത് ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത്ര സെറ്റ് ഓഫ് ടൈം കൊണ്ട് ചെയ്യുകയാണ്. ഓക്കെ, അതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് നീറ്റ് പാറ്റേണിലുള്ള ടെസ്റ്റ് ആയിരിക്കും നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ടെസ്റ്റ് അനാലിസിസ്. ടെസ്റ്റ് അനാലിസിസ് എന്ന് പറയാൻ, നിങ്ങളൊരു ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയെങ്കിലും ഒരു മാർക്സ് കിട്ടും. ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്ക് 500 മാർക്സ് കിട്ടിയെന്ന് പറയുകയാണ് ഔട്ട് ഓഫ് 720. അപ്പോൾ ഈ 500 മാർക്സ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ്? ബാക്കി എനിക്ക് എത്രയോ നമ്പർ ഓഫ് മാർക്സ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? ഒരു 220 മാർക്ക് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 220 മാർക്ക് എനിക്ക് എവിടെയാണ് മിസ്സായത്? ഏത് ക്വസ്റ്റ്യനാണ് എനിക്ക് തെറ്റിയത്? ആ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള കാരണം എനിക്ക് കോൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണോ? ഞാൻ പഠിച്ചത് മറന്നു പോയത് കൊണ്ടാണോ? എനിക്കിനി ഞാൻ മനസ്സിലാക്കിയതിലുള്ള തെറ്റുകൊണ്ടാണോ? ഞാൻ എൻ്റെ അശ്രദ്ധ കൊണ്ട് വരുത്തിയതാണോ? എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. അത് കോൺസെപ്റ്റ് അറിയാത്താണെങ്കിൽ ആ കോൺസെപ്റ്റ് നിങ്ങൾ വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ ഇനി അടുത്തൊരു ടെസ്റ്റിൽ അത് ഉണ്ടാവില്ല നിങ്ങൾ എൻഷുർ ചെയ്യണം. മറന്നു പോയതാണെങ്കിൽ ഒന്നും കൂടെ നോട്ട് വായിച്ചത് റിവൈസ് ചെയ്യണം. ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഈ വരുത്തിയ മിസ്റ്റേക്ക് ഇനി വരുന്ന എല്ലാ മോക്ക് ടെസ്റ്റുകളിലും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഓരോ മോക്ക് ടെസ്റ്റ് നമ്മുടെ നീറ്റ് ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് 10 മോക്ക് ടെസ്റ്റുകളാണുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ നീറ്റ് ബാച്ചിൻ്റെ ഫീ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, 999 ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മക്കൾക്ക് ഇപ്പോൾ അഡ്മിഷൻ എടുക്കാം. കാരണം ഇപ്പം നമ്മുടെ ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന മോക്ക് ടെസ്റ്റാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യവും മോക്ക് ടെസ്റ്റാണ്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾക്ക് നീറ്റിൻ്റെ വർക്ക്ഷീറ്റും കിട്ടും. ഇനി ക്ലാസ്സസ് വേണ്ടവർക്ക് ക്ലാസ്സസ് ഓൾറെഡി ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 999 ആണ് നമ്മുടെ ബാച്ച് ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ബാച്ചിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മോക്ക് ടെസ്റ്റ് എടുത്തിരിക്കണം. ബാച്ചിലുള്ള മക്കൾക്ക് നമുക്ക് 10 നീറ്റ് മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇല്ലാത്തവർ ഏതെങ്കിലും രീതിയിൽ ടെസ്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ടെസ്റ്റ് എടുക്കാനോ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ ടെസ്റ്റ് എടുക്കുക, അതിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ടെസ്റ്റിൻ്റെ സ്കോർ കുറവാണ് കൂടുതലാണ് അതൊന്നും നിങ്ങളെ ബാധിക്കരുത്. കുറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റിൽ നമുക്കത് കൂട്ടാൻ പറ്റണം. ഓക്കെ, ഇനി അതിപ്പോൾ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് ആ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുക്കുക. ടെസ്റ്റ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യുക. പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക, അടിപൊളിയായിട്ട് തന്നെ റിവിഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.